കമ്പത്തിൻ്റെ പേര് മാറ്റി ഞാൻ കുമ്പാക്കി. എനിക്ക് കുമ്പെന്നല്ലാണ്ട് വായിൽ വരുന്നില്ല. നമ്മൾ ചുരം ഇറങ്ങിയിട്ട് എത്തുന്ന ആദ്യത്തെ ടൗണിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് കമ്പമേട്ടിലേക്കും പൂപ്പാറയ്ക്കുള്ള ഡീവിയേഷൻ വരുന്നത്. ഒരു ചെറിയ ടൗണാണ്. ഇവിടെ പിള്ളേർ സിലമ്പാട്ടം ട്രെയിനിങ് നടത്തുന്നതാണ്. ഇത് തേനിയിലുള്ളൊരു സ്കൂളാണ്. പക്ഷെ ഞങ്ങൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതാണ്. മൗണ്ടൈൻ വ്യൂ ഉണ്ട്, വേറെ മൗണ്ടൈൻ വ്യൂ. ഇതാണ് ഞങ്ങളെ ബാക്ക് യാർഡ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്ത സ്ഥലമാണ് കുമരൻകുടിയിലാണ് കേട്ടോ. ഇതൊരു ഹോം സ്റ്റേ നല്ലൊരു സെറ്റപ്പാണ്. ടൗണിൽ തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആണോ? സ്റ്റേ വാസ് ഫൈൻ ആൻഡ് ഇറ്റ്സ് നോട്ട് പ്രൈസ് ഓൾസോ. ഒരു 1600 നമുക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സെക്കൻഡ് ഡേ ട്രാവൽ തുടങ്ങാണ്. തേനി ടൗണിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഒരു പാവപ്പെട്ട ഒരു ടൗണാണ് തേനി. ഇപ്പോൾ ഇന്ന് നിന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഏതാണ്? പനോരമ നഗർ. ബോധിനായക്കനൂറിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ്. ബോധിനായക്കനൂർ ചുരം ഇറങ്ങിയാണല്ലോ നമ്മൾ വന്നിരുന്നത്. സ്റ്റേ നല്ലതായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്കൂളായിരുന്നു. അതെ, ഒരു ഹോം സ്റ്റേ പോലെ. ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഒരുപാട് റൂംസ് ഒക്കെ ഉണ്ട്. ഹോട്ടൽ കം ഹോം സ്റ്റേ ആണ്. ഇനി നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടേക്കാണ്? തഞ്ചാവൂരിലേക്കാണ്. അതെ, എങ്ങനെയുണ്ട് ട്രാവൽ എന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി, പക്ഷേ സമയമായിപ്പോയി. തേക്കടി, കുമ്പം, ചിന്നമനൂർ, പാളയം ഇങ്ങോട്ടേക്കാണോ? തങ്ങളുടെ വഴിതെല്ലാം ചാൻസ് ഉണ്ടല്ലോ. തേനിയുടെ ഉൾഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിൻ്റെ തനിമ, എന്താ പറയുക, തനിമ, ഗ്രാമത്തിൻ്റെ തനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി പറയാം കേട്ടോ. ഇവിടെ മറ്റേ കുംഭകോണം കോഫിയൊക്കെ ചെറിയ ചെറിയ കടകളായിട്ടുണ്ട്. നമ്മൾ കുംഭകോണത്തേക്ക് പോകുന്നതുകൊണ്ട് കുടിക്കുന്നില്ല.